എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. പിതൃതർപ്പണ വഴിപാട്. എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും അല്ലേ? എന്നാൽ യാതൊരു സംശയവും ചോദ്യവും കൂടാതെ പിന്തുടരേണ്ട ഒരു കടമയാണിത്. പിതൃതർപ്പണം അമാവാസ്യ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എന്നാൽ നമ്മുടെ പഴമക്കാർ ചില ഇളവുകളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. തർപ്പണവും വാർഷിക ശ്രാദ്ധവും നമ്മുടെ പൂർവികർക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നതാണ്. ഈ ശരീരം നമുക്ക് നൽകി ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയവർ. അവർക്ക് ഭക്ഷണം കൊടുക്കാതെ വരുമ്പോൾ ഭൗതികമായി നമ്മുടെ മുന്നിലുള്ള അച്ഛനെയും അമ്മയും അവഗണിക്കുന്നതിന് തുല്യമാവുകയാണ്. അതിനാൽ നാം പിതൃതർപ്പണം ആചരിക്കുന്നില്ലെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കർത്തവ്യം നമുക്ക് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പൂർവികരുടെ ക്രോധത്തിന് വിധേയമാവുകയും അനന്തരഫലങ്ങൾ വ്യത്യസ്ത രീതികളിൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്യാം. കാരണം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒരു പരമോന്നത ദൈവത്തെ ആരാധിക്കണമെന്ന നിയമം പറഞ്ഞിട്ടുണ്ട്. അവനോടുള്ള ഭക്തിയിലൂടെ അവൻ്റെ നാശമില്ലാത്ത വാസസ്ഥലം നേടാനുള്ള നിർദ്ദേശമുണ്ട്. സങ്കല്പിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ പരമാത്മാവിനോടുള്ള ഭക്തിയിൽ നിന്നു ലഭിക്കുന്നു. ഭേദമാകാത്ത രോഗങ്ങൾ അകറ്റുന്നു. കൂടാതെ ദൈവത്തിന് തൻ്റെ അന്വേഷകന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും കഴിയും. തെറ്റായ ഭക്തി നിമിത്തം പ്രേതങ്ങളുടെയോ പൂർവികരുടെയോ മറ്റ് ജീവജാലങ്ങളുടെയോ ശരീരത്തിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ പൂർവികരും യഥാർത്ഥ ഭക്തിയുടെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടും. അതായത് അവർക്കും മനുഷ്യജന്മം ലഭിക്കും. അതുകൊണ്ട് ഏവരും പിന്തുടരേണ്ട ഒരു കർമ്മമാണ് പിതൃതർപ്പണം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഗരുഡ പുരാണം ശവസംസ്കാര ചടങ്ങുകൾക്കും അതിനുശേഷമുള്ളതുമായ ചടങ്ങുകൾക്കും ഉള്ള പ്രാഥമികമായ ഗ്രന്ഥമാണ്. മറ്റു ഗ്രന്ഥങ്ങളും ഇതിനായി ഉണ്ടെങ്കിലും ഇത് ഏറ്റവും വിവരണാത്മകവും ആധികാരികവുമായ ഗ്രന്ഥമാണ്. ഗരുഡ പുരാണം ഒരു വ്യക്തിയുടെ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അവൻ്റെ കർമ്മങ്ങളെ ആശ്രയിച്ച് അവൻ എങ്ങനെ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകുന്നത് എന്ന് അതിൽ വിവരിക്കുന്നു. സ്വർഗത്തിലും നരകത്തിലും എന്താണുള്ളത്? ആത്മാവ് ഒരു പുതിയ ശരീരത്തിലേക്ക് പുനർജന്മം പ്രാപിക്കുന്നവരെ എത്രത്തോളം അവിടെ വസിക്കുന്നുവെന്ന് വിവരിക്കുകയാണ് സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും. മരണാനന്തര ചടങ്ങുകളിൽ മാത്രമേ ഗരുഡ പുരാണം വീട്ടിൽ വായിക്കാറുള്ളൂ. സാധാരണയായി കർമ്മം, മരണം, മരണാനന്തര ശിക്ഷകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം കാരണം ആളുകൾ മറ്റു സമയങ്ങളിൽ ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഹിന്ദു വിശ്വാസമനുസരിച്ച് സ്വർഗലോകവും നരകലോകവും പിതൃലോകവും വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റുകൾ മാത്രമാണ്. ഒരു ആത്മാവ് മോക്ഷം നേടുകയും സർവശക്തനിൽ ലയിക്കുകയും ചെയ്യുന്നതുവരെ ഈ പുനർജന്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതിനാൽ മരണശേഷം വ്യക്തി പിതൃലോകം എന്ന ആദ്യത്തെ പോയിന്റിൽ എത്തുന്നു. ഈ സ്ഥലം ഭരിക്കുന്നത് ധർമ്മരാജാവാണ്, അല്ലെങ്കിൽ യമൻ എന്ന് അറിയപ്പെടുന്ന, നമ്മളെല്ലാം വിളിക്കുന്ന യമരാജാവ്. അവൻ ജനന സമയം മുതൽ മരണം വരെയുള്ള ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ കർശനമായി വിലയിരുത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് പരിമിതമായ സമയത്തേക്ക് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നീങ്ങാനും കഴിയും. അവൻ്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ പിന്നിലെ ഉദ്ദേശത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഈ സമയപരിധി നിശ്ചയിക്കുന്നത്. എന്നാൽ ആരും എപ്പോഴും നല്ലതോ എപ്പോഴും ചീത്തയോ ചെയ്യാത്തതിനാൽ ആളുകൾക്ക് രണ്ടിടത്തും സമയം ചെലവഴിക്കാൻ കഴിയും. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ തൻ്റെ മുത്തച്ഛനെ ന്യായവിധി ബലിപീഠത്തിലേക്ക് തള്ളിയിടുന്നു എന്നും പറയുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിൻ്റെ വിശദാംശങ്ങളോടെയാണ് ഗരുഡപുരാണം ആരംഭിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ, മരണാനന്തര ആചരണങ്ങളുടെ ജ്യോതിഷ സമയം, ആചാരപരമായ സമ്മാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ശവസംസ്കാര നടപടിക്രമങ്ങളുടെ ഒരു വിവരണമാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ നരകത്തിൻ്റെ വിപുലീകൃതമായ ദർശനം സന്തുലിതമാക്കുന്നത് യമനഗരത്തെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വിവരണമാണ്. അതിനുശേഷം എനർജിയും മനുഷ്യ ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗം തപസ്സിനും ഗ്രന്ഥങ്ങളുടെ പഠനത്തിനും അതീതമായി വിമോചനത്തിൻ്റെ താക്കോലായി സ്വയം അറിവിനുള്ള അഭ്യർത്ഥനയാണ് പറയുന്നത്. ജയവിജയ ദ്വാരപാലകരുടെ കഥ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലം പരിപാലിക്കുന്നവരും മഹാവിഷ്ണുവിൻ്റെ ഭക്തരുമായിട്ടുള്ള ജയവിജയന്മാർക്ക് ഒരിക്കൽ ശാപത്താൽ അസുരന്മാരായി ജനിക്കേണ്ടതായിട്ട് വന്നു.
ഈ ശാപം മൂലം ജയയും വിജയും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായി കൃതയുഗത്തിൽ ജന്മമെടുത്തു. ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരവും നരസിംഹ അവതാരവുമാണ് അസുരന്മാരെ വധിച്ചത്. പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവർ ത്രേതായുഗത്തിൽ രാവണനായും കുംഭകർണനായും പുനർജനിച്ചു. മഹാവിഷ്ണുവിന്റെ രാമ അവതാരത്താൽ അസുരന്മാരെ വധിച്ചു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവർ ദ്വാപരയുഗത്തിൽ ശിശുപാലനായും ദണ്ഡവക്ത്രനായും പുനർജനിച്ചു. മഹാവിഷ്ണുവിന്റെ കൃഷ്ണാവതാരമാണ് ഇവരെ വധിച്ചത്. മേൽപ്പറഞ്ഞ എല്ലാ സംഭവങ്ങളിലും ജയ വിജയന്മാർ 3 തവണയാണ് പുനർജനിച്ചത്. അതാണ് പുനർജന്മ നിയമം. നാം ശരീരമല്ല, ആത്മാവാണ്. അതായത് നമ്മുടെ കർമ്മത്തിനെ അടിസ്ഥാനമാക്കി ഒന്നിലധികം ശരീരങ്ങളിലേക്ക് ഈ ഊർജം അയക്കപ്പെടാം. പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയുമാണ് നമ്മുടെ കർമ്മത്തെ വേർതിരിക്കുന്നത്. ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ട് എന്നതാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. ആത്മാവ് പിന്തുടരുന്ന കാര്യങ്ങളാണിവ. നല്ല പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ആത്മാവ് സ്വർഗത്തിലേക്കും മോശം പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ അത് നരകത്തിലേക്കും പോകുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുമ്പോൾ സമയം കുറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഭൂമിയിൽ നിന്ന് നരകത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ സമയം വർദ്ധിക്കും. പക്ഷെ സ്വർഗത്തിലും നരകത്തിൻ്റെയും ആശയം ഒന്നുതന്നെയാണ്. ഒരു ദിവസം സ്വർഗത്തിൽ ചെലവഴിച്ചാൽ അത് ഭൂമിയിലെ ഒരു വർഷമായിരിക്കും. അതേപോലെ 24 വർഷം നരകത്തിൽ കഴിഞ്ഞാൽ അത് ഭൂമിയിലെ ഒരു സെക്കൻഡ് മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സമയത്തിന്റെ കണക്കുകൂട്ടൽ എന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ ആത്മാക്കൾക്കും അവരുടെ ദുഷ്പ്രവർത്തികൾക്ക് നരകത്തിൽ ധാരാളം ശിക്ഷകൾ നൽകപ്പെടുന്നു. അത് ലക്ഷക്കണക്കിന് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. എന്നാൽ ശിക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ ആത്മാവ് ഭൂമിയിലേക്ക് മടങ്ങുകയും മറ്റൊരു ജീവിയായി ജനിക്കുകയും ചെയ്യാം. അതിനാൽ സനാതനധർമ്മം പറയുന്നത്, ഒരു ആത്മാവ് ഒരുപാട് മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നരകത്തിലേക്ക് പോകുന്ന ഉടൻ തന്നെ അത് ഭൂമിയിൽ ജനിക്കും. എന്നാൽ അതേ ആത്മാവ് നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് പുനർജനിക്കാൻ വർഷങ്ങളെടുക്കും. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ സ്വർഗത്തിൽ വരെ ആത്മാവിന് ഭക്ഷണമായ തർപ്പണമോ തിഥിയോ ചെയ്യുന്നത്. അതിനാൽ സ്വർഗത്തിൽ കഴിയുന്ന ആത്മാവ് അവരുടെ ബന്ധുക്കളെ കണ്ടുമുട്ടുമെന്നും ഗരുഡ പുരാണത്തിൽ വിശദീകരിക്കുന്നു. മേൽപ്പറഞ്ഞ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവയെക്കുറിച്ചെല്ലാം ആഴത്തിൽ പഠിക്കുവാനും അറിയുവാനും ഒരു നല്ല അന്വേഷകന് സാധിക്കും എന്നതാണ് സത്യം.